ആ തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഹയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫി അന്വേഷിച്ചു. ആര്? കുട്ടിയുടെ മോള് നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചുള്ളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിട്ട് വരാം. പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥലം. താനൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ നടക്കാൻ ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യും കാലം. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. സാറില്ലേടോ? ഉണ്ട്. അർണോ സാറിനൊന്ന് കാണണല്ലോന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു മൂപ്പര്. എന്താ കാര്യം? സാറിനെന്തോ തരാണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ചെല്ലൂ. ഇതിലൊരു സംഭവമുണ്ട്, ഒരു പുതിയ സംഭവമുണ്ട്. സസ്പെൻസ്. നിനക്ക് ഈ രണ്ട് കൈകളിൽ ഏത് കയ്യാ ഇഷ്ടം? അതിപ്പോ എനിക്ക് പറ, ഏതാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ എനിക്ക് രണ്ടും ഒരു പോലെ മുതലാളി. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആവല്ലേ. നീ ഏതെങ്കിലും ഒരു കൈ പറ. ആകെ രണ്ട് കൈയല്ലേ എനിക്കുള്ളൂ. പറ അർണോസേ, ഇടത്തോ വലത്തോ? അടിസ്ഥാനപരമായി ഞാനൊരു ഇടതുപക്ഷ അനുകൂലിയാണ്. പക്ഷെ കൈയുടെ കാര്യത്തിൽ സാറ് ഉണ്ണുന്ന കൈയല്ലേ നല്ലത്? വലത്തെ കൈ. തന്നെ ശിക്ഷിക്കാനുള്ള ആയുധം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറ്റവാളിക്ക് നൽകുന്നതാണ് എന്റെ ശീലം. സാർ, ഞാനെന്ത് പഴച്ചു? നിനക്ക് പഴച്ചില്ലേ? നിന്റെ കൈപ്പിഴ കൊണ്ടല്ല ഞാനിപ്പോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇന്ന് ബോംബെയിൽ 2 കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 7 ദിവസം കൊണ്ട് ആളുകളെ വിളിപ്പിക്കുന്ന എയറാഡി സ്പെയർനെസ് ക്രീം ഉപയോഗിച്ച് മുഖത്ത് അലർജി വന്ന അവിവാഹിതകളായ 2 പെൺകുട്ടികളാണ് ഹർജിക്കാർ. നിന്റെ ഒടുക്കത്തെ ഒരു ഫോർമുല. സാർ, ഫോർമുല അല്ല പഴിച്ചത്, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. അതേടാ, നിന്നെ മാനുഫാക്ചർ ചെയ്തവന് പറ്റിയ ഡിഫക്റ്റാ. അതിന്റെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നത്? സാർ, ഈ അലർജി വന്നവർക്ക് മുഖത്ത് പുരട്ടി അലർജി മാറ്റാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഒരു പുതിയ ക്രീമിന്റെ ഫോർമുല ഞാൻ തയ്യാറാക്കുന്നുണ്ട്. സാറ് കണ്ടോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം. ആ കുറിപ്പടി നിന്റെ ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് വെച്ചായിരിക്കും നിന്നെ കുഴിയിലേക്ക് ഇറക്കുന്നത്. ആ തള്ള പിശാചുക്കൾ അവിടുന്ന് പുറത്തിറക്കി അത് പൂട്ടി താക്കോലെ എന്നെ ഏൽപ്പിക്ക. അതാണ് നീ എന്നോട് കാണിച്ചതിന് ചെയ്യേണ്ട പ്രത്യുപകാരം. അല്ലാണ്ട് പുതിയ കണ്ടുപിടുത്തം വല്ലതും നടത്തിയതായി ഞാൻ അറിഞ്ഞ കൈതരിക്കണു. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തെണ്ടിയ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? ആരാ?
ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പോ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. സാധനം എടുത്തോ? ഇല്ല. താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങ് എടുത്തേക്കാം. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം. എനിക്കോ? നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്നോ അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരന്റെ എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പള്ളിയിലെ താക്കോലോ? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻ കുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ നിങ്ങൾ നടക്കണേ ദാസപ്പൻ കുട്ടി. ദാസപ്പൻ കുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ടാണക്ക്. വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഞാൻ എന്താ ആരേത് തുറന്നത്? താക്കോലിട്. ദാസപ്പാരാ? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകട് പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം. എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. എന്താ എന്താ പറ്റി? പാസുര ചേച്ചി, പാസുര ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ട ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖവോ? എന്താ? എന്തു പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനക്കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ. എവിടാ? വല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസില. കക്കൂസിലോ? ആ പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ.
ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ അയ്യോ, എന്തൊക്കെയായി കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. ചെമ്പങ്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി വെച്ചോണ്ട് വരട്ടെ. ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ചരടൊന്നും വേണ്ട, ചരടൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി.